ബിഗ് ബോസ് 8 അപ്ലൈ ചെയ്ത സാധാരണക്കാരെ ബിഗ് ബോസ് വിളിച്ചു തുടങ്ങിയ ഓഡീഷന് വേണ്ടിയിട്ട് ജൂൺ 15-ാം തീയതി വരെ ആയിരുന്നു അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം. അതിനുശേഷം കോളുകൾ പോയി തുടങ്ങിയോ? എങ്ങനെയാണ് അതിന്റെ ഓഡീഷൻ രീതികൾ? നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ അതാണ് ഇത്തവണ ആദ്യം വരുന്നത് അല്ലേ? ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പോഴായിരിക്കും തുടങ്ങാൻ പോകുന്നത്? ഈ മാസം അവസാനമാണോ അതോ ഇനി അടുത്ത മാസം ജൂലൈ ആണോ? ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മെയിൻ സീസൺ ബിഗ് ബോസ് ആണല്ലോ മെയിൻ. ബിഗ് ബോസ് എപ്പോഴാ വരാൻ പോകുന്നത്? ഓഗസ്റ്റിലാണോ? മാത്രമല്ല നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് പറയുമ്പോൾ അതിനകത്ത് പുതിയൊരു ഹോസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പുതിയ ജഡ്ജസ് ഒക്കെ അവിടെ ഉണ്ടാകും. വമ്പൻ സെറ്റപ്പുകളാണ്. അതിൽ നിന്ന് എത്ര പേരാണ് നമ്മുടെ മെയിൻ സീസണിലേക്ക് സെലക്ട് ആവാൻ പോകുന്നത്? മെയിൻ സീസണെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇത്തവണത്തെ തീം? സീസൺ 5 ബാറ്റിൽ ഓഫ് ഒറിജിനൽസ്, സീസൺ 6 നമ്മുടെ പവർ റൂം കൺസെപ്റ്റ്, സീസൺ 7 നമ്മുടെ എന്താ പറയാ പണി കിട്ടുന്ന നമ്മുടെ റൂം, എന്തായിരുന്നു എന്റെ പേര്? പണിപ്പുര. അടുത്ത സീസൺ 8 എന്തായിരിക്കും? സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് അതാണോ അതോ ഘർവാലോ കി സർക്കാർ? പൊളിറ്റിക്സ്, രാഷ്ട്രീയമാണോ ഇത്തവണത്തത്? കുറേ കാര്യങ്ങൾ പറയാനുണ്ട് മക്കളെ, പറയാം. ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാം കൂടി കോർത്തിണക്കി ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തുടങ്ങാം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ അറിയാമല്ലോ, സാധാരണക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെത് ജൂൺ 15-ാം തീയതി വരെ ആയിരുന്നു. ഇന്നിപ്പോൾ അതെ ജൂൺ 18 കഴിഞ്ഞു. അപ്പോൾ വിളി വന്നു തുടങ്ങാനുള്ള സമയം സ്വാഭാവികമായും ആയിക്കഴിഞ്ഞു. ഉറപ്പായിട്ടും വിളി പോയിട്ടുണ്ടാവും. പക്ഷെ ആർക്കും വിളി പോയതായിട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ വിളി പോകാനുള്ള സമയമായിട്ടുണ്ടാവും. നിങ്ങൾ സൂപ്പറായിട്ടാണ് പെർഫോം ചെയ്തെങ്കിൽ നിങ്ങളെ വിളിക്കും. നിങ്ങളെ വിളിച്ചൊരു ഓഡീഷൻ തന്നെ ആയിരിക്കാം നടത്താം. ഒരു ഓൺലൈൻ ഓഡീഷനും ഒരു ഓഫ്ലൈൻ ഓഡീഷനും ഉണ്ടാവും. അപ്പം ഓൺലൈനിൽ പാസ്സായി കഴിഞ്ഞാലായിരിക്കും ഓഫ്ലൈൻ ഓഡീഷൻ വരിക. അങ്ങനെ കുറേ പേരെ ഓഡീഷൻ ചെയ്തിട്ട് അതിനകത്ത് നിന്നും സെലക്ട് ആവുന്ന അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന അവർക്ക് തോന്നുന്ന ഒരു 10-15ഓളം പേരെ ആയിരിക്കും അവർ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലത്തേക്കായിട്ട് സെലക്ട് ചെയ്യുന്നത്. ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലത്തേക്കാണ് സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോമണേഴ്സ് പങ്കെടുത്തപ്പോൾ അവർക്ക് ഡയറക്റ്റ് സീസണിൽ എൻട്രി ഉണ്ടായിരുന്നു. അതിനു മുന്നേയും അങ്ങനെ തന്നെ, അതിനു മുന്നേ സീസൺ 5 അങ്ങനെ തന്നെ. പക്ഷെ ഇത്തവണ ഇരട്ടി ടാസ്ക് ആണ്. വൈ? ബിക്കോസ് ഇതിനകത്ത് ഇപ്പോൾ ഓഡീഷൻ പാസ്സായി കഴിഞ്ഞാൽ പോലും നമുക്ക് അഗ്നിപരീക്ഷ പാസ് ചെയ്യണം. അഗ്നിപരീക്ഷ പാസ്സാവുന്നത് അതൊരു മെന്റലാണ്, മൈൻഡ് ഗെയിമാണ്. മെന്റൽ വട്ടല്ല, മൈൻഡ് ഗെയിമാണ്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് അതിനകത്ത് ഗെയിം കളിക്കാനുണ്ട്. നമ്മുടെ കൂടെ 10-15 പേരുണ്ട്. അപ്പം നമ്മൾ അവിടെയും പോരാടേണ്ടതായിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന പോലെ തന്നെ ഒരു ആങ്കറും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജഡ്ജസും ഒക്കെ ഉണ്ടാവും. ആങ്കർ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മലയാളത്തിലെ വിന്നാസിനെ ആരെയും കൊണ്ടുവന്ന് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലുള്ള ഒരു അത്രയും പ്രേക്ഷകരെ ബിഗ് ബോസ് ഏതെങ്കിലും വിന്നാസ് വന്നാൽ പോലും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും മുൻനിരകളിലുള്ള ഒരു താരത്തെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഞാൻ അത് ഒരു ഓപ്ഷൻ പോലെ പറയുന്നതാണ്. ടോവിനോയൊക്കെ പോലെയൊക്കെയുള്ള ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരു ടെസ്റ്റിങ് കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ജഡ്ജസ് ആയിട്ട് പറയാനായിട്ടുള്ളത് എന്തുവാ? നമ്മുടെ ജഡ്ജസ് ആയിട്ടും 1-2-3 പേരൊക്കെ കാണും. നമ്മുടെ തെലുഗുവിൽ വിന്നാസൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. മലയാളത്തിൽ വിന്നാസൊക്കെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന് ചിലപ്പം ബിഗ് ബോസിന് തന്നെ ആയിരിക്കും കേട്ടോ ആളെ എടുക്കുന്നത്. ജഡ്ജസ് ആയിട്ട് ബിഗ് ബോസിന്റെ മുൻ സീസണുകളിലെ ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും എടുക്കുന്നത്. പവറുള്ള കണ്ടസ്റ്റൻസിനെ ആരെങ്കിലും, അതായത് വീട് വിറപ്പിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ആരെങ്കിലും. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. അത് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഒരു 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഷോ ആയിരുന്നു തെലുങ്കുവിൽ. ഇനി മലയാളം 3 ആഴ്ച എന്നൊക്കെ കേൾക്കുന്നു. ഗോസിപ്പുകൾ കൺഫേംഡ് ഒന്നും അല്ല. അപ്പോൾ അടുത്ത മാസത്തോട് ആയിരിക്കും, ജൂലൈയിലായിരിക്കും അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്ത ഏതാണ്ട് ഒരു മാസത്തോളം ഉണ്ടാവാം. എല്ലാ ദിവസവും ഒന്നും എപ്പിസോഡ് ഉണ്ടാവത്തില്ലല്ലോ. ഹോട്ട്സ്റ്റാറിൽ മാത്രമാണ് എപ്പിസോഡുകൾ വരുന്നത്. അപ്പോൾ ഒരു 10-15 പേരുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഷോ ഒരു 5 പേരെ നമുക്ക് മിനിമം കരുതി വെച്ചേക്കാം. ചിലപ്പോൾ ഒരു 7-8 പേര് വരെ പോകും. എന്നാലും ഒരു 5 പേരോളം എന്ത് ചെയ്യും, ഇതിൽ നിന്ന് മെയിൻ സീസണിലോട്ട് സെലക്ട് ആവും. മെയിൻ സീസണിലോട്ട് ഇപ്പോൾ 5 പേരെ സെലക്ട് ആണെങ്കിൽ ഒരു 3 പേർക്കും പ്രേക്ഷകരുടെ വോട്ട് വേണം. അതിൽ നിന്ന് കുറച്ച് പേരെ വോട്ടിങ്ങിന്റെ ബേസിസിലും കുറച്ച് പേരെ പെർഫോമൻസ് ബേസിസിലായിരിക്കും അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, കയറ്റി വിടുന്നത്. അതിനാണ് അവിടെ ജഡ്ജസ് ഉള്ളത്. പെർഫോമൻസ് ബേസിൽ മാർക്ക് ചെയ്യാനാണ് അവിടെ ജഡ്ജസും കൂടി ഉള്ളത്.
ജഡ്ജസ് മുൻ സീസണുകളിലെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, അങ്ങനെ മെയിൻ സീസണിന്റെ കേസിലേക്ക് വരാം. മെയിൻ സീസൺ അറിയാനായിട്ട് കഴിയുന്നത് ഓഗസ്റ്റ് പകുതിയോട് കൂടി. പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപൊരു ഡേറ്റ് പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് 16. നമുക്ക് നോക്കാം, ആ ഓഗസ്റ്റ് 16 തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തള്ളിപ്പോകുമോ എന്തോ. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത്. ബിഗ് ബോസിന്റെ കേസ് പറയുമ്പോൾ ഇത്തവണ എന്തായിരിക്കും തീം എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ സീസൺ 6-ലെ എന്താ പറയുക, പവർ റൂം കൺസെപ്റ്റ്, 4 ബെഡ്റൂം, ഡെന്ന്, നെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ പവർ റൂം, പിന്നെ ഏതൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അങ്ങനെ 4 ബെഡ്റൂം കൺസെപ്റ്റ്, സീസൺ 7-ലെ പണിപ്പുര കൺസെപ്റ്റ്, അതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റ് ആയിരിക്കാനാണ് സാധ്യത. കേൾക്കുന്നൊരു കാര്യവും അതുപോലെ തന്നെ ആ ലോഗോ ബിഗ് ബോസിന്റെ കണ്ണിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അത് പൊളിറ്റിക്സ് ആണെന്ന് തന്നെയാണ്. ബിഗ് ബോസ് ഹിന്ദി 19-ന്റെ തീമായിട്ടുള്ള ഇസ് ബാർ ഘർവാലോം കി സർക്കാർ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ പേര് അതിനെ പല രീതികളിൽ പറയുന്നുണ്ട്, പല റിവ്യൂവേഴ്സും അതുപോലെ തന്നെ ഓഡിയൻസും ഒക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. കോമണാസിനെ എടുക്കുന്നുണ്ടല്ലോ, അഗ്നിപരീക്ഷയുടെ കൂടെ ആണല്ലോ മറ്റേ ഇതൊക്കെ വന്നത്, ആ ലോഗോയും കൂടെ വന്നത്. അപ്പോൾ കൈയൊക്കെ ഉണ്ടോണ്ട് കോമണാസിനെ സൂചിപ്പിക്കുന്നതാണ് ആ ലോഗോയിലെ കൈകൾ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഗുലാബ്, ആ സാധനം ഉണ്ടല്ലോ, മുദ്രാവാക്യത്തിന്റെ സാധനം, ദാറ്റ് മീൻസ് പൊളിറ്റിക്സ്. എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പൊളിറ്റിക്സ് തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ ചിലപ്പോൾ പൊളിറ്റിക്സ് പ്ലസ് സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം പൊളിറ്റിക്സ് എന്താണെന്ന് പറയാം. ബിഗ് ബോസ് 19 ഹിന്ദിയിൽ, അതായത് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ സീസൺ ഹിന്ദിയിലാണ് പൊളിറ്റിക്സ് തീം വന്നിട്ടുള്ളത്. ഞാനത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങും ഇങ്ങും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ബിഗ് ബോസ് മലയാളം നടന്ന് 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഹിന്ദി തുടങ്ങുന്നത്. അപ്പോൾ മലയാളം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഒരു സീസണും കഴിഞ്ഞ വർഷം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഞാൻ റെഫർ ചെയ്തതും പലരിൽ നിന്നും ചോദിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള വിവരമാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ബിഗ് ബോസ് 19 ഹിന്ദിയുടെ തീമിൽ ഘർവാലോം കി സർക്കാർ, അതായത് വീട്ടുകാരുടെ തീരുമാനങ്ങൾക്ക്, അതായത് ആ ഹൗസ് മേറ്റ്സിന്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ലെവലിലുള്ള ഒരു ബിഗ് ബോസ് ആയിരുന്നു. നമ്മുടെ സർക്കാരില്ലേ, പൊളിറ്റിക്സ്, രാഷ്ട്രീയം പോലെ തന്നെ അതിനകത്തൊരു സ്പെഷ്യൽ പാർലമെന്റ് റൂമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രസമാണ്. അതായത് നമ്മുടെ മൂവിയിലൊക്കെ കാണൂലേ, മന്ത്രി ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ കുറച്ച് ആൾക്കാർ, ഒരു ക്യാബിനറ്റ് രീതിയിലുള്ളൊരു ഹൗസിന്റെ ഒരു സ്പെഷ്യൽ റൂം തന്നെ ഉണ്ട്. അവിടെ വെച്ചിട്ടൊന്ന് ഫസ്റ്റ് ഡേ തന്നെ ഒരു എന്താ പറയുക, ആ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരാൾ ഹൗസ് മേറ്റ് എവിക്ഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ സീക്രട്ട് റൂമിലേക്ക് ഇട്ട് വരുന്നുണ്ട്. അതൊന്നും അല്ല നമ്മുടെ വിഷയം. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് ഒരു പ്രതിപക്ഷവും സർക്കാരിലെ അംഗങ്ങളും, അതായത് പ്രതിപക്ഷ അംഗങ്ങളും സർക്കാരിന്റെ അംഗങ്ങളും അങ്ങനെ രണ്ടായിട്ട് തിരിയുന്ന ഒരു ലെവലിലുള്ള ഒരു ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് 19. രണ്ട് രീതിയിലായിട്ട്. പിന്നെ അതിൽ തന്നെ ഒരു പ്രൈം മിനിസ്റ്റർ പോലെ ഒരാളെ, അതായത് നമ്മുടെ ക്യാപ്റ്റൻ പോലത്തെ പദവിയിൽ ഒരാളെ സെലക്ട് ചെയ്യും. അയാൾക്ക് കുറച്ച് സ്പെഷ്യൽ പവേഴ്സും, ഓരോ വീക്കും ഈ ആളിങ്ങനെ മാറി മാറി വരുന്നതും, അയാൾ സെലക്ട് ചെയ്യുന്ന ക്യാബിനറ്റും, ആ ക്യാബിനറ്റിലെ വിവിധ ജോലികൾ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ കൺസെപ്റ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് 19. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് 14 കഴിഞ്ഞിട്ട്, പിന്നെ 15 ഒക്കെ ഹിറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റാണ്, എന്നാലും 14 കഴിഞ്ഞിട്ട് ഒരു സ്വീകാര്യത കിട്ടിയ ഒരു സീസൺ ഈ പറയുന്ന 19 ആണ്. 15-ഉം 16-ഉം 17-ഉം 18-ഉം ഒന്നും അത്ര വലിയൊരു സാധനത്തിലോട്ട് കത്തിയില്ലെങ്കിലും 19 ഭയങ്കര കത്തക്കമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീസൺ ആയിരുന്നു 19. ഒരു മോശം പറയാനായിട്ടുള്ളൊരു സാധനം അതിലില്ല. ഇനിയിപ്പോൾ 20 ഒക്കെ വരാൻ പോവാണ് അങ്ങോട്ടുള്ള മാസങ്ങൾ, അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ അതാണ് പൊളിറ്റിക്സ്. അപ്പോൾ അതുപോലെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ മലയാളത്തിന്റെ കണ്ണ് കണ്ടിട്ട്. പക്ഷേ ഇതിനകത്തൊരു ലുക്ക് ഹോൾ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് 9 തെലുഗുവിന്റെ സാധനമാണ് ഈ അഗ്നിപരീക്ഷ. അപ്പോൾ ഈ അഗ്നിപരീക്ഷ മലയാളത്തിൽ വരുന്നു, വിച്ച് മീൻസ് കോമണേഴ്സിനെ അതിലേക്ക് എടുക്കുന്നു എന്നാണ്. കോമണേഴ്സിനെ അതിലേക്ക് ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 7-8 പേരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ആരായിരിക്കും? അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന സെലിബ്രിറ്റീസോ ആക്ടേഴ്സോ സിംഗേഴ്സോ ഒക്കെ ആയിരിക്കും. ദാറ്റ് മീൻസ് സെലിബ്രിറ്റീസ്. അപ്പൊ സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ്. അപ്പൊ തന്നെ ഓൾറെഡി അവിടെ എന്ത് വന്നു, ഒരു പാർട്ടീഷൻ പോലത്തെ ഒരു സാധനം വന്നല്ലോ, 2 വിഭാഗത്തിലുള്ള ആൾക്കാരായി. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൊളിറ്റിക്സ് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് 9 തെലുഗുവിന്റെ തീം ഇതായിരുന്നു. 2 വീട് വന്നിട്ട്, ഒന്ന് ഭയങ്കര അടിപൊളി സെറ്റപ്പുകൾ ഉള്ളതും, ഒന്ന് ഈ കുടില് പോലത്തെ സെറ്റപ്പും. അതും സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് പോലത്തെ ഒരു തീമായിരുന്നു. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ഓലമേഞ്ഞ പോലത്തെ ഒരു ചെറിയൊരു വീടും, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു മിഡിൽ ക്ലാസ്സിനും താഴെ അത്ര സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലവും, അതുപോലെ തന്നെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ബിഗ് ബോസ് വീടും. അപ്പോൾ ഇതും കൂടെ വെച്ച് ആ പൊളിറ്റിക്സ് പ്ലസ് ഈ സെലിബ്രിറ്റീസ് കോമണേഴ്സ് സാധനം, ഇത് രണ്ടും കൂടെ വർക്കാവുന്ന സാധനമാണ്. ക്യാബിനറ്റ് പിരിച്ചിട്ട് ക്യാബിനറ്റ് അംഗങ്ങളെ പിടിച്ചവർക്ക് മെയിൻ ഹൗസിൽ വിടാം, ബാക്കിയുള്ളവരെ തട്ടി അങ്ങോട്ട് വിടാം, ഈ ചെറിയ വീട്ടിലോട്ട് വിടാം. അതാണോ ഇനി വരുന്നതെന്ന് അറിഞ്ഞുകൂടെ. വീടിന്റെ ഡിസൈൻ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന്
വീട് വന്നാലല്ലേ അറിയാൻ പറ്റും. വീട് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് പിടികിട്ടും എന്താണ് തീം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പൊളിറ്റിക്സ് പ്ലസ് സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് ആ സാധനമായിരിക്കും. സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സിലെ പൊളിറ്റിക്സ് അതിൻ്റെ തീം വാരി ഇടുന്ന സാധനമായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഊഹം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാവാനേ സാധ്യതയുള്ളൂ. അതോ ഇനി പുതിയ എന്തെങ്കിലും വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഓഗസ്റ്റ് പകുതിയോടെ ഷോ തുടങ്ങുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇത്രയും പറയാനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം, കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര്, സാധ്യതയുള്ള ഒരാളുടെ പേര് നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു വീഡിയോ ചെയ്യാം. പ്രേക്ഷകരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു ബിഗ് ബോസ് ടീം കാണട്ടെ. എൻ്റെ പ്രഡിക്ഷൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങളുടെ പ്രഡിക്ഷനും കാണണ്ടേ. അപ്പം നിങ്ങൾ സാധ്യതയുള്ള, കളിക്കരുത്, അതിൻ്റെ അടിയിൽ പോയി കിടന്ന് കളിക്കരുത്. ആവശ്യമുള്ള നിങ്ങൾക്ക് സാധ്യതയായിട്ട് തോന്നുന്ന പേരുകൾ ഒരെണ്ണമേ കമൻറ്റ് ചെയ്യാവൂ. കാരണം കുറേ കമൻറ്റുകൾ വരെ ഒരെണ്ണമേ നിങ്ങൾ കമൻറ്റ് ചെയ്യാവൂ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേരുകൾ പറയുന്നതനുസരിച്ച് നമുക്ക് ഓർഡറാക്കി അടുക്കി പറയാം. ഇപ്പം തന്നെ പോയി കമൻറ്റ് ചെയ്തോ. വീഡിയോ ഞാൻ ബൈൻഡപ്പാക്കി പോകണം. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകൾക്കും വിശേഷങ്ങൾക്കും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ കോളുകൾ നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. വന്നിട്ടുള്ളവരൊക്കെ പോയി സൂപ്പറായിട്ട് പെർഫോം ചെയ്യുക. ഓഡീഷനിൽ നിങ്ങൾ ഒരിക്കലും കള്ളം കാണിക്കരുത്. നിങ്ങൾ ആരാണോ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങളെ വേണമെങ്കിൽ അവരെടുക്കട്ടെ. നിങ്ങൾ ഇനി എന്ത് അഭിനയിച്ച് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ സാധനമുണ്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള. അത് അവർക്ക് ക്ലിക്ക് ആയാൽ മാത്രമേ, അവിടെ സ്പാർക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് പൊട്ടത്തരം വിളിച്ചു വാരി പറഞ്ഞാലും നിങ്ങളൊരു മന്ദബുദ്ധി കാറ്റഗറിയില്ലെങ്കിൽ അവരവിടെ കയറ്റും. സോ നിങ്ങളായിട്ടിരുന്ന് വേണം ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനെന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. അപ്പോൾ അതുവരേക്കും ബൈ.